Hello students. So now we have learned about different decision making instructions in C++. They are if statement, then if else statement, then nested if else statements. Now there is another important decision making instruction, and that is switch statement. So in this particular video we will understand clearly about the switch statement, its syntax, and what is the situation it is used and how you can use it. Okay. Now there may be situations that you have to test a variable against a number of values. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് x എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഏതെങ്കിലും 10 ആണോ 20 ആണോ 30 ആണോ 40 ആണോ അങ്ങനെ പർട്ടിക്കുലർലി ഒരു വേരിയബിൾ നമുക്ക് ഒരു കുറച്ച് ലിസ്റ്റ് ഓഫ് വാല്യൂസിന് എഗൻസ്റ്റ് ടെസ്റ്റ് ചെയ്യണം എന്ന് കരുതാം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇഫ് എൽസ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, ബുദ്ധിമുട്ടില്ല. എങ്കിലും ഇഫ് ഒരു പർട്ടിക്കുലർ ഇത് ഇങ്ങനെ എക്സ് ഇസ് ഈക്വൽ ടു 35, പിന്നെ നമ്മൾ അതിൻ്റെ അത് പിന്നെ ബ്രേസസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അത് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി എൽസ് ഇഫ് എക്സ് ഈക്വൽ ടു 30 എന്ന് പറഞ്ഞ് എഴുതി, അത് കഴിഞ്ഞ് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതി, അതിനുശേഷം വീണ്ടും വേറൊരു വാല്യൂ, അത് എൽസ് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 40. അങ്ങനെ നമുക്ക് കുറേ പ്രാവശ്യം ഒരു വേരിയബിളിൻ്റെ വാല്യൂ കുറേ അധികം വേരിയബിൾസിനെ എഗൻസ്റ്റ് ചെക്ക് ചെയ്യണമെന്ന് കരുതാം. അതായത് എക്സ് 10 ആണോ നോക്കണം, 20 ആണോ നോക്കണം, 30 ആണോ നോക്കണം, 40 ആണോ നോക്കണം. അങ്ങനെ ഒരുപാട് പ്രാവശ്യം നമുക്കിങ്ങനെ ഒരു വേരിയബിളിനെ എഗൻസ്റ്റ് ഒരു വേരിയബിളിനെ കുറേ വാല്യൂസിനെ എഗൻസ്റ്റ് ചെക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇഫ് എൽസ് അല്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കുറച്ചുകൂടി ടീഡിയസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ഇതിനെ കൺസ്ട്രക്ട് ചെയ്യാനും ആലോചിക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുള്ളൊരു മെത്തേഡാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം അതിൻ്റെ സിൻറ്റാക്സ് മനസ്സിലാക്കാം. എങ്ങനെയാണ് സ്വിച്ച് എന്ന കീവേഡ് ഉപയോഗിച്ച് നമ്മൾ പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് നമ്മുടെ എക്സ്പ്രഷൻ എഴുതും. അതായത് നമ്മുടെ വേരിയബിൾ ഏതാണോ ആ വേരിയബിളിനെ നമ്മളിവിടെ എഴുതും. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾ എങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഹിയർ. അതിനുശേഷം ബ്രാക്കറ്റ് കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്ത് നമ്മൾ കേസ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നു. കേസ്. ഓക്കെ, കേസിന് ശേഷം നമ്മൾ ഈ വേരിയബിളിൻ്റെ ഒരു വാല്യൂ, ഏതെങ്കിലും ഒരു വാല്യൂ ആയിട്ട് നമ്മൾ വാല്യൂ ആണ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മറ്റൊരു വാല്യൂ ആണോ നമ്മൾ നോക്കില്ലേ, ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇവിടെ എഴുതും. ഓക്കെ, അതിനുശേഷം കോളൻ ഇട്ടിട്ട്, സെമി കോളൻ അല്ല കോളൻ ഇട്ടിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ കേസ് ഈ ഒരു പർട്ടിക്കുലർ കേസാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഓർഡറായിട്ട് എഴുതാം. ഓക്കെ, അതിനുശേഷം യു ഹാവ് ടു ഗിവ് എ ബ്രേക്ക് എന്ന് എഴുതുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതിനുശേഷം അടുത്ത കേസ്, പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേസസ് ഓപ്പൺ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കേസിന് വീണ്ടും അടുത്ത കീവേഡ് കേസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത എക്സ്പ്രഷൻ നോക്കുന്നു, അതായത് നമ്മൾ ഈ കൊടുത്ത എക്സ്പ്രഷൻ മറ്റൊരു വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും അതിൻ്റെ അകത്ത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നു, വീണ്ടും ബ്രേക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നമുക്ക് എത്ര കേസസ് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഈ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്, കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എത്ര കേസസ് ആയിട്ട് വേണമെങ്കിലും എഴുതാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, കേസ് എന്ന് കൊടുക്കണം, നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആ എക്സ്പ്രഷൻ കൊടുക്കണം, കോളൻ കൊടുക്കണം, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കണം, then you have to give the break. അങ്ങനെ you have to go on repeating the same thing. Okay, any number of times. അതിനുശേഷം ഈ കണ്ടീഷൻ ഒന്നും അല്ല സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഓരോ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന കേസസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ കീഴിലും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. അതായത് ഈ കണ്ടീഷനൊന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കൊടുത്ത്, ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇങ്ങനെ കൊടുക്കണം നിർബന്ധമില്ല, ബട്ട് യു ക്യാൻ ഗിവ് ഓൾസോ. ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കീഴിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരണോ അതും കൂടെ കൊടുത്തിട്ട് നമുക്ക് സെമി കോളൻ
വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാം. ബ്രേസസ് ക്ലോസ് ചെയ്ത് ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഇഫ് അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അതവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാവുന്നത് a switch statement allows a variable to be tested for equality against a list of values, and each value is called here a case, and the variable being checked or switched on is checked for each case. ഏത് വേരിയബിൾ ആണോ നമ്മളിവിടെ സ്വിച്ചിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് അതിനെയാണ് നമുക്ക് ഓരോ കേസായിട്ടും ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, now a switch statement can have an optional default case which must appear at the end of the switch. The default case can be used for performing a task when none of the cases is true. No break is needed in the default case. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ കേസിൻ്റെയും ശേഷം നമുക്ക് അവിടെ ബ്രേക്ക് ഉപയോഗിക്കണം. ഇനി നമുക്ക് ഡിഫോൾട്ട്, അതായത് വേറെ ഈ കേസസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിഫോൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു കണ്ടീഷനൊന്നും സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇല്ല, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിഫോൾട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതൊരു ഓപ്ഷണൽ രീതിയാണ്. നമുക്ക് വേണമെങ്കിൽ ഡിഫോൾട്ട് ഉപയോഗിക്കാം. ഡിഫോൾട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഈ കണ്ടീഷനൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഡിഫോൾട്ട് ഒന്ന് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ ഡിഫോൾട്ടിൻ്റെ അകത്ത് നമ്മളൊരു ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇനി ഒരു പ്രോഗ്രാമിൽ ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യും എന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ എഴുതുമ്പോൾ കാണാം. Now this is the syntax for the switch statement. The first one is ഒരു ഡിസിഷൻ മേക്കിംഗ് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഡയമണ്ട് സിമ്പിൾ കൊടുക്കുന്നത്. ആൻഡ് ഹിയർ ഫസ്റ്റ് കേസ് സ്വിച്ച് വേരിയബിൾ ഈക്വൽസ് ഫസ്റ്റ് കേസ് കോൺസ്റ്റന്റ്. കേസ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യില്ലേ, അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ സ്വിച്ചിൻ്റെ അകത്തെ വേരിയബിൾ ആദ്യത്തെ കേസ് ആണോ എന്ന് നോക്കും. ട്രൂ ആണെങ്കിൽ ആ ഫസ്റ്റ് കേസിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മൊത്തം ഈ സ്വിച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്തിങ്ങ് പോരും. ഓക്കെ, ഇനി അതല്ല, സ്വിച്ചിൻ്റെ ഫസ്റ്റ് കേസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നെക്സ്റ്റ് കേസിലേക്ക് വരും. അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ബോഡി വർക്ക്ഔട്ട് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ exit from the whole switch instruction. Okay, now if it is false, then it passes over the control to the third switch statement, third case constant, third case ലേക്ക് വരും. അപ്പോൾ അവിടെ അതും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷനിലേക്ക് വരും, എന്നിട്ട് എക്സിറ്റ് ചെയ്ത് പോകും. അഥവാ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഫോൾസിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ദെൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ബോഡിയിലേക്ക്, ഡിഫോൾട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിലേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോകും. അതിനുശേഷം അത് എക്സിറ്റ് ചെയ്ത് പോകും. സോ ഇങ്ങനെയാണ് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫ്ലോ ഡയഗ്രാം ഓർ ദ flow chart, and from this you can understand how a switch statement will work out. Now we will see an example demonstrating the switch statement. The example is that you enter a grade. നമുക്കൊരു grade കൊടുത്തിട്ട് and this grade has to be checked. അതായത് കേസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഗ്രേഡ് എ ആണെങ്കിൽ എക്സലൻ്റ് എന്ന് വരണം, ബി ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി പ്രിൻറ്റഡ് ആസ് വെരി ഗുഡ്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് സി ഇറ്റ് ഹാസ് ടു ബി പ്രിൻറ്റഡ് ആസ് ഗുഡ്, and if it is D it has to be printed as passed and F failed. Okay, because നമുക്കിപ്പം പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇതൊക്കെ സോഫ്റ്റ്വെയർ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മുടെ അവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രേഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു റിമാർക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുക, എക്സലൻ്റ് ആണോ വെരി ഗുഡ് ആണോ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാം, അതിനുവേണ്ടി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് example തന്നിരിക്കുന്നത്. Okay, now you see, so first as we always do, we give IOStream, but then since clear screen is there, and we put the conio.h header file also. Okay, now we start the program. So we start the program by void main, then we open the
curly braces. Then we gave the this is a function clear screen. This is a function which is there inside the C++ compiler. Basically function പറയുന്നത് നമ്മുടെ സ്ക്രീനിലുള്ളതിനെ ക്ലിയർ ചെയ്യാണ്. അതായത് സ്ക്രീനിൽ ഇതിന് മുമ്പിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ before you enter into the main program, the screen will be cleared. അപ്പോൾ ക്ലിയർ സ്ക്രീൻ ചെയ്യാനുള്ളൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനെയാണ് നമ്മൾ എപ്പോഴും പേരെഴുതി ഇങ്ങനെ ബ്രാക്കറ്റിൽ ഒരു പാരാന്തസിസ് കൊടുത്ത് എഴുതുന്നത്. ഓക്കെ, ഇതിനകത്തൊന്നും no arguments is being taken inside and nothing is brought out. Only thing is that when you work out ഈ ഒരു particular statement work out ചെയ്യുമ്പോൾ സ്ക്രീൻ ക്ലിയർ ആവാനായിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ C++ will understand it is for clearing the screen. Okay. നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു വേരിയബിൾ ആണ് ഗ്രേഡ്. അപ്പോൾ ആ വേരിയബിളിനെ ഗ്രേഡ് എന്ന് തന്നെ വിളിച്ചു. ആൻഡ് ഇറ്റ് ഈസ് ബീങ് ഡിഫൈൻഡ് ഓർ ഡിക്ലെയർഡ് ഹിയർ ആസ് എ ക്യാരക്ടർ CHAR. Okay. Now the program asks us enter your grade. Cout ഉപയോഗിച്ച് മോണിറ്ററിൽ വരും enter your grade. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതും, നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും എന്താ ഗ്രേഡ്. അതായത് A എന്നോ B എന്നോ C എന്നോ എന്തെങ്കിലും നമ്മൾ കീബോർഡ് വഴി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും അല്ലേ. എന്നിട്ട് ഇവിടെ സ്വിച്ച് എഴുതിയിരിക്കുകയാണ്. സ്വിച്ച് ഏത് വേരിയബിളിനെയാണ് നമുക്ക് ഓരോ കേസസ് ആയിട്ട് എന്നെ അഗൻസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്? ഈ ഗ്രേഡ് എന്ന് പറഞ്ഞ വേരിയബിളിനെ. അപ്പോൾ സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ സ്വിച്ച് എന്ന കീവേഡ് എഴുതി നമ്മൾ ബ്രാക്കറ്റിൽ ആ വേരിയബിളായ ഗ്രേഡ് എഴുതും. ഓക്കെ, ഇനി നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്വിച്ച് you have to write the variable, then you have to open the curly braces. Okay, now when you open the curly braces, then you can check all the condition. The first one is case എന്ന് എഴുതി, then you put the grade. ഇത് ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ സിംഗിൾ കോട്ട്സിൽ ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് A എന്ന്. നമ്പർ ആണെങ്കിൽ നമുക്ക് 30, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുക്കുന്നത് X എന്ന് പറയുന്ന ഒരു നമ്പർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ X 32 ആണോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേസ് 32 എന്ന് എഴുതാം. Okay, but then here it is, since it is a character, then you have to give in single quotes. But case e grade satyam parna case if the grade or check if the grade is equal to the character A. അങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എഴുതുന്നത് കേസ് A എന്ന് എഴുതിയാൽ മതി. കേസ് A എഴുതി കോളൻ ഇട്ട്, കോളൻ ആണ് സെമി കോളൻ അല്ല, കോളൻ ഇട്ട് അടുത്തതിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഴുതുന്നത് Cout excellent എന്ന് എഴുതണം. അത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ അങ്ങനെ എഴുതിയാൽ മതി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിലേക്ക് നമ്മൾ പോകുന്നു. അതാണ് എൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ബ്രേക്ക്. അപ്പോൾ ബ്രേക്ക് ബേസിക്കലി എന്ത് സംഭവിക്കും? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് സ്വിച്ചിൽ നിന്ന് ഇറങ്ങിപ്പോരാം അല്ലേ. പിന്നെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ നമുക്കവിടെ ബ്രേക്ക് കൊടുക്കും. അതിനാണ് ബ്രേക്ക് കൊടുക്കുന്നത്. ബ്രേക്ക് കൊടുക്കുമ്പോൾ ബേസിക്കലി ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദസ് ഫസ്റ്റ് കേസ് ഇസ് ചെക്ക്ഡ്, ദെൻ യു പുട്ട് ദ ബ്രേക്ക്, ദെൻ കേസ് ബി, അത് ബി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് സോ, ദെൻ യു ക്യാൻ പ്രിന്റ് ഔട്ട് ആസ് വെരി ഗുഡ്. ദെൻ ചെക്ക് വെദർ ഇറ്റ് ഇസ് സി, ദെൻ റൈറ്റ് സി ഔട്ട് ഇറ്റ് ഇസ് ഗുഡ്. Then if it is the condition is satisfied, you can break it. Okay, then case D, then case F. Then suppose if the letter which is entered is not A, B, C, D, E is not here, but then A, B, C, D, F. Suppose the variable or the character you enter is not A, B, C, D or F. Then there is some instructions. ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് വരണം നിർബന്ധമാണെന്ന് വിചാരിച്ചോ എങ്കിൽ നമ്മൾ എഴുതാം ഡിഫോൾട്ട് എന്ന് കൊടുത്തിട്ട്. അതായത് ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് എഴുതേണ്ടതെന്ന് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എഴുതേണ്ടതുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദെയർ ഡിഫോൾട്ട് ആൻഡ് ദെൻ റൈറ്റ് Cout invalid grade. Okay, then it ends there. Then finally Cout ചെയ്യണം. Then you can write ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്ത് നമുക്ക് അവിടെ നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷേ എക്സാമ്പിൾ ഇങ്ങനെ കൊടുത്തിരിക്കുക, അവസാനം ഈ സ്വിച്ച് കംപ്ലീറ്റ് ബ്രേസസ് ക്ലോസ് ചെയ്തതിന് ശേഷം Cout your grade is A. അപ്പോൾ അത് ഫെയിൽഡ് ആണോ പാസ്ഡ് ആണോ എന്ന് എഴുതിയിട്ട് അങ്ങനെ എക്സലൻ്റ് ആണോ എന്ന് എഴുതിയിട്ട് ലാസ്റ്റ് എഴുതുന്നതാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ക്യാരക്ടറാണ് ഈ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രിന്റ് ചെയ്ത് വരണം. അതായത് യോർ ഗ്രേഡ് ഇസ്, ദെൻ A ആണോ B ആണോ C ആണോ അങ്ങനെ. ഓക്കെ, ദെൻ എൻ്റർ ആൻഡ് ഗെറ്റ്, ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ദെൻ ഗെറ്റ് CH, ദെൻ ബ്രേസസ് ഇസ് ക്ലോസ്ഡ്. സോ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്.
when the program asked for enter your grade, you entered suppose D, then it will show there passed എന്ന് കാണിക്കും, then your grade is D എന്ന് കാണിക്കും. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഒരു switch statement work ചെയ്യുന്നത്. And there are few examples given there. You can also go through those examples and understand how a switch statement works. Okay, thank you very much.